കടുത്ത വേനലിൽ കുടിവെള്ളം മുട്ടിയതോടെയാണ് ചന്ദ്രശേഖരന്റെ മനസ്സിൽ കുഴൽക്കിണർ എന്ന ആശയം ഉദിച്ചത്. ഉടൻ തന്നെ ആശാരിയെക്കൊണ്ട് സ്ഥാനം കാണിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച രാവിലെയാണ് കുഴൽക്കിണർ കുഴിക്കാൻ ആരംഭിച്ചത്. കുഴൽക്കിണർ കുഴിക്കാൻ തുടങ്ങി 2 മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ നിലയ്ക്കാത്ത ജലപ്രവാഹമാണ് ഉണ്ടായത്. കൊടും വേനലിൽ നാടും നഗരവും കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോൾ തന്റെ വീട്ടുമുറ്റത്ത് കുഴിച്ച കുഴൽക്കിണറിലൂടെയുള്ള ജലപ്രവാഹം കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ചന്ദ്രശേഖരനും കുടുംബവും. ഇവിടെ കുടിവെള്ളം ഇല്ലാഞ്ഞിട്ട് ഒരു സ്ഥാനക്കാരനെ വിളിച്ച് സ്ഥാനം കാണിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു 150 അടിക്ക് വെള്ളം കിട്ടും, പിന്നെ ഒരു 75 അടിക്ക് വെള്ളം കിട്ടും, ഒരു 150 അടി അടിച്ചോളാൻ പറഞ്ഞു. അതിന് നമ്മൾ 135 അടി അടിച്ചു വെള്ളം ഇതുപോലെ കാണുന്നത്. ഈ അത്ഭുത പ്രതിഭാസം കാണാൻ നിരവധി ആളുകളാണ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് എത്തുന്നത്. 135 അടിയോളം കുഴിച്ചപ്പോഴാണ് ഇത്തരമൊരു പ്രതിഭാസമുണ്ടായത്. മാലൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തായാണ് ചന്ദ്രശേഖരന്റെ വീട്. കുന്നിൻ പ്രദേശമായ ഈ സ്ഥലത്തുണ്ടായ ജലപ്രവാഹം അത്ഭുതത്തോടൊപ്പം ചില ആശങ്കകളും ഉയർത്തുന്നുണ്ട്. ഭൂഗർഭജലം ഇത്തരത്തിൽ പാഴാകുന്നത് മൂലം സമീപത്തെ കിണറുകളിലും മറ്റും കുടിവെള്ളം വരും കാലങ്ങളിൽ ഉണ്ടാകുമോ എന്ന ആശങ്കകളും ഉയരുന്നുണ്ട്. ഈ പ്രതിഭാസത്തിന്റെ നിജസ്ഥിതി അറിയാൻ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചു കാത്തിരിക്കുകയാണ് ചന്ദ്രശേഖരനും കുടുംബവും, ഒപ്പം നാട്ടുകാരും. ഹൈവിഷൻ ന്യൂസ്, മാലൂർ.